അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ഏറെ സ്നേഹധന്യരായ വിശ്വാസിനികളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നിൻ്റെ അസ്തമയത്തോടുകൂടി പവിത്രമായ റജബ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ വർഷത്തിൽ 12 മാസങ്ങളുണ്ടെന്നും അതിൽ 4 മാസങ്ങൾക്ക് വളരെയേറെ മഹത്വമുണ്ടെന്നും അല്ലാഹു തആല വ്യക്തമാക്കുമ്പോൾ ആ 4 മാസങ്ങൾ ഇന്നതാണ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചു തരികയും അതിലൊന്ന് വറജബ് മുളറ ബൈന ജുമാദ വ ഷഅബാൻ, ഷഅബാൻ മാസത്തിൻ്റെയും ജുമാദൽ ഉഖറയുടെയും ഇടയിലുള്ള മുളറു ഗോത്രക്കാർ വളരെയേറെ മഹത്വം കൽപ്പിച്ചിരുന്ന റജബ് മാസമാണ് എന്നും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ആ റജബിലേക്ക് വിശ്വാസികളായ നമ്മൾ പ്രവേശിക്കുമ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, 5 രാത്രികൾക്ക് ദുആക്ക് ഇജാബത്തുണ്ട്. അതിലൊന്ന് അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിലെ ആദ്യത്തെ രാത്രിയാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകാൻ വളരെയേറെ സാധ്യതയുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ രാത്രിയിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഒന്നാമതായി എനിക്ക് എന്നോടും എന്നെ കേൾക്കുന്നവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, അങ്ങനെ ഒരു രാത്രിയുണ്ടെന്നും ആ രാത്രിയിൽ ഇജാബത്തുണ്ടെന്നും നമ്മെ ബോധ്യപ്പെടുത്തി തരുമ്പോൾ, ആ ഒരവസരം നമ്മുടെ മുമ്പിൽ സംജാതമാകുമ്പോൾ വിശ്വാസികളായ ഞാനും നിങ്ങളും അതിനെ നിസ്സാരമായി കാണരുത്, അതിനെ കാര്യഗൗരവത്തിലെടുക്കുകയും അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ റജബ് മാസത്തിൽ നാം ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾക്ക് കാരുണ്യവാനായ റബ്ബ് അളവറ്റ പ്രതിഫലം തരാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിശുദ്ധമായിരിക്കുന്ന റജബ് മാസത്തിനെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നത് റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന് റജബിനെ പ്രത്യേകം വിശേഷിപ്പിച്ചത് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനം പറഞ്ഞു. റജബ് മഖ്സൂസും ബിൽ മഗ്ഫിറ, അല്ലാഹു തആല പാപമോചനം കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട മാസമാണ്. ഏത് സമയത്തും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാം, പാപമോചനം തേടാം. പക്ഷേ റജബ് മാസത്തിൽ അള്ളാഹുവിനോടൊരാൾ പാപമോചനം തേടിയാൽ അവൻ്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ വിശ്വാസികളെ, ഞാനടക്കമുള്ള നാം ഓരോരുത്തരും ഈ പവിത്രമായ റജബിൻ്റെ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളെ പാപമോചനം കൊണ്ട് ധന്യമാക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ അരുതായ്മകൾ പൊരുത്തപ്പെട്ട് തരാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. മാത്രമല്ല, ഇത് ശ്രേഷ്ഠമായ 3 മാസത്തിൻ്റെ തുടക്കമാണ്. ഇത് കഴിഞ്ഞാൽ ഷഅബാൻ വരാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ വരാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ ശ്രേഷ്ഠമായ റജബ് മുതൽ തന്നെ ധാരാളം സൽക്രമങ്ങൾ കൊണ്ട്, ആരാധനകൾ കൊണ്ട് ഇനിയുള്ള ദിനരാത്രങ്ങളെ നമ്മൾ ധന്യമാക്കണം. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബിൻ്റെ പൊന്നമ്പളി ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ എന്ന് പുണ്യനബി ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മളും ആ ദുആ ശീലമാക്കണം. നമ്മുടെ പ്രാർത്ഥനകളിലുടനീളം അള്ളാഹുവിനോട് ആ ദുആ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്രമേൽ പവിത്രമായിരിക്കുന്ന ഒരു മാസത്തെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് വീണ്ടും ആയുസ് തന്ന് ഇതിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് പകരം അള്ളാഹു പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയാൽ അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. അള്ളാഹു അതിന് കഠോരമായിരിക്കുന്ന ശിക്ഷയായിരിക്കും നമുക്ക് തരിക. കാരണം നമ്മൾ നന്നാവാനും
നമുക്ക് അള്ളാഹുവിൻ്റെ സുഖലോക സ്വർഗം തരാനും വേണ്ടിയാണ് ഇങ്ങനെയുള്ള നല്ല അവസരങ്ങളൊക്കെ അള്ളാഹു നമ്മുടെ മുമ്പിൽ ഒരുക്കി തരുന്നത്. അതിനെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മം. അതുകൊണ്ട് ഞാനടക്കമുള്ള നമ്മൾ ഓരോരുത്തരും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഈ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി, ദിക്റിലായി, സ്വലാത്തിലായി, ഇസ്തിഗ്ഫാറിലായി, പരിശുദ്ധ ഖുർആൻ പാരായണത്തിലായി വിനിയോഗിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.